ഹായ് ഹലോ നമസ്കാരം. അപ്പം എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോ 200ന്റെ ഉള്ളിൽ വരുന്ന 3 ടോപ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രൈസ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയേ ഉള്ളൂ. പിന്നെ സ്ലീവ്ലെസ് ആണ്, സ്ലീവ് ഇല്ല, സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ്. ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ സ്ലീവ്ലെസ് ആയിട്ട്. അപ്പൊ ഇതിന്റെ ഒരു ബ്ലൂ കളറും കൂടെ വരുന്നുണ്ട്. ഈ ഒരു പിങ്കിന്റെ സ്ഥലത്ത് ബ്ലൂ ആയിട്ട് വരുന്നതുണ്ട് കേട്ടോ, ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയുള്ളൂ. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ കളറും ഇളകുന്നില്ല, ഒന്നും ഇളകുന്നില്ല. ഇതിന്റെ 3 ടോപ്പും ഉണ്ട്, 3നും കളറൊന്നും ഇളകുന്നില്ല. നമുക്കൊരു എന്താ പറയാ, ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതില് മീഷോയിൽ ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് പോളി കോട്ടൺ ആണ് കേട്ടോ. അപ്പൊ പോളി കോട്ടൺ ആണോ ക്രേപ്പ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോ നമ്മൾ എന്താ പറയാ, അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പോളിസ്റ്റർ ടൈപ്പ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല, 130 രൂപയ്ക്ക് വെർത്താണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ കഴുത്ത് കുറച്ച് നന്നായിട്ട് ഇറങ്ങിയിട്ടായിരുന്നു ഇവിടെ എങ്ങാണ്ടാണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കൈ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. അതേപോലെ ഇവിടെ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ചും കൂടെ ഷേപ്പിൽ ഇങ്ങനെ അടിക്കണം. ഇത് എനിക്കിപ്പം സ്ലീവ്ലെസ് സാധാരണ ഈ ഒരു പോർഷനിൽ വരെയല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതെനിക്കൊരു ഇത്തിരിയും കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് അടിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയാണ്. ഇത് മീഡിയാണ് കേട്ടോ സൈസ് എടുത്തിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ടോപ്പാണ്. അപ്പൊ അടുത്ത സെക്കൻഡ് ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു എന്താ പറയുക, ഒരു മുന്തിരി കളർ ടൈപ്പാണ്. ഇതിലിങ്ങനെ ഡോട്ട്സ് ആയിട്ടൊക്കെ വർക്ക് വരുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാ ടോപ്പും എനിക്ക് തോന്നുന്നു വൈറ്റ് ലെഗിന്റെ കൂടെ, വൈറ്റ് പാൻറ്റിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. വൈറ്റ് ജീൻസ് ആണെങ്കിലും ലെഗിനാണെങ്കിലും ഒക്കെ പറ്റും. നമ്മളെ പെൻസിൽ കട്ട് എന്താ പറയുക പാൻറ്റൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നേലടിക്കുന്ന ടൈപ്പൊന്നുമല്ല, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ഇതിലും മെറ്റീരിയൽ മീഷോയിൽ കൊടുത്തിരിക്കുന്ന ക്രേപ്പ് തന്നെയാണ്. ക്രേപ്പ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രേപ്പ് നമ്മൾ സാധാരണ രീതി പറയുകയാണെങ്കിൽ പോളിസ്റ്റർ, അങ്ങനെ കളറൊന്നും പോകുന്നില്ല, ഇതിന് കളറൊന്നും പോകുന്നില്ല. പിന്നെ ഇതിന് സ്ലീവ് ഉണ്ട് കേട്ടോ, ഒരു മുക്കാൽ ഇവിടെ വരെ ഉണ്ടാവും സ്ലീവ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, അതും നല്ലൊരു ടോപ്പ് തന്നെയാണ്, ലെങ്ത് ഒക്കെ ഉണ്ട്. പിന്നെ ഞാനിത് അമ്മയ്ക്ക് വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ലാർജ് ആട്ടോ സൈസ് എടുത്തത്. പക്ഷെ എന്നാലും എനിക്ക് ഇട്ടിട്ട് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 187 രൂപയാണ് കേട്ടോ. 187 വേർത്താണിത്. 200ന്റെ ഉള്ളിലേ വരുന്നുള്ളൂ, 3 ടോപ്പ് 200ന്റെ ഉള്ളിലേ വരുന്നുള്ളൂ. പിന്നെ ഡെലിവറി ആയതെന്ന് എനിക്ക് തോന്നുന്നു മീഷോയിൽ എന്താ പറയുക, ഒരു ആഴ്ചേനുള്ളിലൊന്നും എത്തുന്നുണ്ടാവില്ല. ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു 7 ദിവസം കൊണ്ടൊക്കെ എത്തുമല്ലോ. അപ്പം ഇത് കുറച്ച് ടൈം എടുക്കും മീഷോയിലായതുകൊണ്ട് തന്നെ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ 3ാമത്തെ ടോപ്പ് എന്ന് പറയുന്നത്. ഇതിന് എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, കഴുത്തിൻ്റെ ഇവിടെ ഉള്ള ഈ ഒരു വർക്കല്ല, അത് നമ്മൾ കഴുത്ത് ഉള്ളിലേക്ക് ഇട്ടിട്ട് അടിക്കൂലേ, ഇതിങ്ങനെ ശരിക്കും ഇവിടെ ഒരു സ്റ്റിച്ച് വേണ്ടിയതാണ്. ഇതിങ്ങനെ പുറത്തേക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ഉള്ളിന്ന് എന്താ പറയുക, പിന്നൊക്കെ വെച്ച് കുത്തിയിട്ടുള്ള ചിലപ്പോൾ പുറത്തേക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു മെറൂൺ കളർ ഒരു നൂല് വെച്ചിട്ട് ജസ്റ്റ് അറിയാത്ത രീതിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തുന്നി കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതും ക്രേപ്പ് തന്നെയാണ്, ക്രേപ്പ് എന്നാണ് മീഷോയിൽ കൊടുത്തിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെ സൈസ് മീഡിയം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് എത്ര സ്ലീവ് ഉണ്ട്, ഹാഫല്ല എന്താ പറയുക, ഈ ഒരു ലെങ്ത്തിന് മുക്കാൽ 3/4 ആയിട്ടുള്ള സ്ലീവാണ്. ഇത് കുഴപ്പമില്ല, ക്രേപ്പ് പ്രിൻ്റാണ്. ഇതും കളർ ഇളകുന്നൊന്നുമില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 193 രൂപയാണ് കേട്ടോ. ഞാനിത് വാങ്ങിച്ച സമയത്തുള്ള റേറ്റ് ആണ് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ ഓഫറൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ ഇതിലും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, ഞാൻ മീഷോയിൽ എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു സെയിം ടോപ്പ് തന്നെ പല റേറ്റിന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ വേറെ ലിങ്ക് പോയിട്ട് ഇതിൻ്റെ കുറഞ്ഞ റേറ്റിൻ്റെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ 3 ടോപ്പാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഈ 3 എണ്ണത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പിന്നെ ഇതിനെന്താന്ന് പറഞ്ഞാൽ ഞാനൊരു ഡ്രോബാക്ക് പറഞ്ഞില്ലേ, ഇതിൻ്റെ കഴുത്ത് ഭയങ്കര താന്നിട്ടായിരുന്നു. അപ്പം അതെനിക്കൊന്ന് ഇവിടെ ഇങ്ങനെ തുന്നി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കഴുത്ത് ഇറങ്ങിയതുകൊണ്ട് ഇവിടെ കുറച്ചൊന്ന് തുന്നി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്ലീവ്ലെസ് എന്ന് പറയുമ്പോൾ ഇത്രയല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതെനിക്ക് ഇത്ര എന്താ പറയുക, ഇത്ര ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം പക്ഷേ 200 രൂപേൻ്റെ ഉള്ളിലുള്ള ടോപ്പ് എന്ന് പറയുമ്പോൾ വേർത്താണ്. നമ്മൾ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ വേറൊരു മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞുതരാം. മീഷോയിൽ നമ്മൾ ഓൺലൈനിൽ എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു സെയിം സാധനം എല്ലാവരുടെ കയ്യിലും കാണാറുണ്ട്. അപ്പം ഞാൻ ഇതന്നെ ഓഫീസിലേക്ക് ഇട്ട് പോയപ്പോൾ അവിടെ 2-3 ആളുടെ അടുത്ത് ഈ സെയിം സാധനം ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇട്ട് പോയ ഡേ തന്നെ 2-3 ആൾ ഇത് ഇട്ടിട്ട് ഞാൻ കണ്ടു. അതേപോലെ വേറെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഈ ഒരു ടോപ്പ് ഞാൻ എല്ലാവരുടെ അടുത്തും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ 3 ടോപ്പും എനിക്ക് തോന്നുന്നു മീഷോന്ന് റേറ്റ് കുറവായതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടോപ്പൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും കണ്ടിട്ടുണ്ട്. വേറെ ആളിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ഇതിൻ്റെ കൂടെ ഷാളൊക്കെ വൈറ്റ് ഷാളൊക്കെ ഇട്ടിട്ട് മാച്ച് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ ഷാള് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നോർമൽ ലെഗിന് മാത്രം ഇട്ടിട്ടേ ഉള്ളൂ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അയൺ ചെയ്യാതെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതെങ്ങനെ നമ്മളിങ്ങനെ കുത്തി ചുളിച്ചിട്ടാലും ഇപ്പം ഇങ്ങനെ ചിലർ കലമാരയിൽ ഇങ്ങനെ വാരി എറിയുക ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ എറിയുന്നവർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനതിന് ചുളിവൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് നമുക്ക് അയൺ ചെയ്യാതെ തന്നെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അയൺ ചെയ്യാതെ ടോപ്സോ ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോകില്ല. എല്ലാ ഡ്രസ്സും ഞാൻ അയൺ ചെയ്തിട്ടാണ് ഇട്ട് പോവുക. എനിക്കിങ്ങനെ കുറച്ച് ചുളിവുള്ള ഡ്രസ്സ് അങ്ങനെയൊന്നും ഇട്ടിട്ട് പോകുന്നത് ഇഷ്ടമില്ല. അപ്പം ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം അയൺ ചെയ്യാതെ ഇട്ടിട്ട് വേണ്ടി പോകാൻ പറ്റുന്നതാണ്. അയൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആ ഒരു മെറ്റീരിയൽ അങ്ങനെയാണ്. അത് എത്ര ഇത് നമ്മൾ കുത്തി കുഴച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും അതിന് ചുളിവ് വരുന്നില്ല. അപ്പം അതൊരു ബെനിഫിറ്റാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ടോപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ടാറ്റാ.